നമസ്കാരം. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പാസ്പോർട്ട് നിഷേധിച്ചുവെന്ന് ദ ടെലഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. SIRനു പിന്നാലെ ബംഗാൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കിയതിനാൽ പാസ്പോർട്ട് പുതുക്കാൻ കഴിഞ്ഞില്ലെന്നും പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷയിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും ആർ രാജഗോപാൽ പറഞ്ഞിരുന്നു. ഈ വിഷയം കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, CPM, CPI നേതാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. നിലവിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതിനെ തുടർന്ന് പാസ്പോർട്ട് പുതുക്കി ലഭിക്കുന്നതിൽ പ്രയാസം നേരിടുന്ന മുൻ ടെലഗ്രാഫ് എഡിറ്റർ ആർ രാജഗോപാലിന്റെ അപേക്ഷാ ഫയൽ കൊൽക്കത്ത പോലീസ് പ്രത്യേക വിഭാഗം പരിശോധിക്കുന്നു. രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കാത്തതിൽ പ്രതിഷേധം കനത്തതോടെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായത്. വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്തത് പാസ്പോർട്ട് പുതുക്കുന്നതിന് തടസ്സമായി മാറിയെന്ന രാജഗോപാലിന്റെ പരാതിയിലാണ് നടപടി. വിഷയം എത്രയും വേഗത്തിൽ പരിഹരിക്കുമെന്ന് അഡീഷണൽ പോലീസ് കമ്മീഷണർ ധ്രുവജ്യോതി D അറിയിച്ചു. പാസ്പോർട്ട് വെരിഫിക്കേഷന് വോട്ടർ ID കാർഡ് നിർബന്ധമാണെങ്കിലും അത് മാത്രമാണ് ഏകരേഖയെന്ന് പറയാനാവില്ലെന്നും ഫയൽ പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ വിഷയം അടിയന്തരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി VD സതീശൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് കത്തയച്ചിരുന്നു. വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നൽകിയ പ്രതികൂല റിപ്പോർട്ടാണ് പാസ്പോർട്ട് പുതുക്കുന്നത് വൈകിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. വോട്ടർ പട്ടികയിലെ പ്രശ്നത്തിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകന് നേരിടേണ്ടി വന്ന അവസ്ഥ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. BJPയുടെ ശക്തനായ വിമർശകനായതുകൊണ്ടാണ് രാജഗോപാൽ പ്രതികാര നടപടിക്ക് ഇരയാകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. വോട്ടർ പട്ടികയിലെ SIR വിഭജന അജണ്ട നടപ്പിലാക്കാനുള്ള ആയുധമായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലേക്ക് പോകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് രാജഗോപാൽ പാസ്പോർട്ട് വെല്ലുവിളികൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത്. ബാലിഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നപ്പോൾ വോട്ടർ ID കാർഡ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതായും എന്നാൽ അപ്പോഴേക്കും പട്ടികയിൽ നിന്ന് തന്റെ പേര് നീക്കം ചെയ്തിരുന്നതായി അറിയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 17 റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാകാനാണ് രാജഗോപാലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. വിഷയത്തിൽ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ മാധ്യമരംഗത്തും രാഷ്ട്രീയത്തിലും ഒരുപോലെ കൊടുങ്കാറ്റ് ഉയർത്തിയ ഈ വിവാദം അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാകാൻ പോന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധവും പ്രതിപക്ഷ നേതാക്കളുടെ കടുത്ത നിലപാടും കാരണം കൊൽക്കത്ത പോലീസ് ഒടുവിൽ കടുത്ത പ്രതിരോധത്തിൽ ആയിട്ടുണ്ട്. വോട്ടർ ID മാത്രമല്ല പാസ്പോർട്ടിന് ഏക തെളിവെന്ന് അഡീഷണൽ പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതോടെ രാജഗോപാലിന്റെ പാസ്പോർട്ട് പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ജൂലൈ 17 റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ രാജഗോപാൽ ഹാജരാകുന്നതോടെ ഈ രാഷ്ട്രീയ നിയമ നാടകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ്. വിഷയത്തിൽ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ മാധ്യമ രംഗത്തും രാഷ്ട്രീയത്തിലും ഒരുപോലെ കൊടുങ്കാറ്റുയർത്തിയ ഈ വിവാദം അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധവും പ്രതിപക്ഷ നേതാക്കളുടെ കടുത്ത നിലപാടും കാരണം ഇത്തരത്തിൽ കൊൽക്കത്ത പോലീസും പ്രതിരോധത്തിലായിട്ടുണ്ട്.